നമസ്കാരം. മോർണിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 12 വ്യാഴാഴ്ചയാണ്, ഇടവം 29. സംസ്ഥാനത്ത് മഴ ശക്തമാവുകയാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ 8 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. സംസ്ഥാനത്തിന്റെ പലയിടത്തും വലിയ രീതിയിൽ തന്നെ മഴ ലഭിക്കുന്നുണ്ട്. അതിന്റെ വിവരങ്ങൾ പരിശോധിക്കാം. അതടക്കം പ്രധാന വാർത്തകൾ കാത്തിരിക്കുന്നുണ്ട്. മോർണിംഗ് ന്യൂസ് വിശദമായ വാർത്തകളിലേക്ക് കടക്കുന്നു. സംസ്ഥാനത്ത് നിന്നും ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് നിലവിലുണ്ട്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കേരള തീരത്ത് പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തി വർദ്ധിച്ചതും ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴിയും കാലവർഷത്തെ സ്വാധീനിക്കും. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അതുപോലെ അരുൺ പാറക്കൽ കാസർഗോഡ് നിന്നുള്ള വിവരങ്ങൾ നൽകും. കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. മേഘന മുരളിയിലേക്കാണ് ആദ്യം. തിരുവനന്തപുരത്ത് നിന്ന് മേഘന ചേരുന്നുണ്ട്. മേഘന, ഇന്ന് ഇപ്പോൾ 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണ് പൊതുവായുള്ള സാഹചര്യം? ഏതൊക്കെ ജില്ലകൾ ജാഗ്രത പുലർത്തണം? എത്രത്തോളം ജാഗ്രത വേണം? എന്താണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്? ഈ മുന്നറിയിപ്പിന്റെ വിശദാംശങ്ങൾ മേഘന. ഗുഡ് മോർണിംഗ് പ്രവിത, റീജിത്ത്. ഇന്നു മുതൽ കാലവർഷം ശക്തമാകും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ അറിയിക്കുന്നത്. അതിൽ പ്രധാനമായും വടക്കൻ ജില്ലകളിൽ മഴ കൂടുമെന്നുള്ളത് തന്നെയാണ് അറിയിക്കുന്നത്. അതിലിപ്പോൾ പുതുക്കിയ അലർട്ട് അനുസരിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ 8 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുണ്ട്. അത് കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഇപ്പോൾ ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ മുന്നറിയിപ്പുള്ളത്. അതുപോലെ തന്നെ ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകൾ ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. എന്നാൽ വരും മണിക്കൂറുകളിലെ മുന്നറിയിപ്പുകൾ അനുസരിച്ച് ഇതിലൊരു മാറ്റം വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു അറിയിപ്പ് അനുസരിച്ച് 2 ജില്ലകളിൽ മാത്രമാണ് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത്. അത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. അതുപോലെ തന്നെ ഈ മത്സ്യബന്ധന തൊഴിലാളികൾക്കടക്കം ഇന്നു മുതൽ 15-ാം തീയതി വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. അങ്ങനെ ഒരു അതിശക്തമായ ജാഗ്രതാ നിർദ്ദേശം തന്നെ ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. അതിൽ ഈ കാലവർഷത്തിൽ മഴ ശക്തമാകാനുള്ള ഒരു സാധ്യതയായി പറയുന്നതും അത് ചക്രവാത ചുഴിയും, അത് ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴിയും അതുപോലെ തന്നെ കേരള തീരത്ത് പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തി വർദ്ധിച്ചതുമാണ് ഈ അടുത്ത ഘട്ടം കാലവർഷം ശക്തമാകാനുള്ള ഒരു കാരണം എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത, അതായത് ആദ്യഘട്ട കാലവർഷ മഴ പെയ്തപ്പോഴുണ്ടായ അത്ര തീവ്രത ഇത്തവണ മഴയ്ക്ക് ഉണ്ടാകില്ല എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. എന്തായാലും ഈ തീരദേശ മേഖല, അതുപോലെ തന്നെ മലയോര മേഖലകൾ കൂടാതെ ഇതിൽ കൂടുതലും ഈ വടക്കൻ ജില്ലകളിലുമാണ് മഴ കൂടുതൽ പെയ്യാനുള്ള സാധ്യത. അത് അപകട മേഖലകളായി തന്നെ കണ്ട് അതിൽ എന്തെങ്കിലും തരത്തിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെങ്കിൽ ജാഗ്രത പുലർത്തണമെന്നും ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. എന്തായാലും വരും മണിക്കൂറുകളിലും ഈ അലർട്ടുകളിലൊക്കെ ഒരു മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അതിശക്തമായ മഴ സംസ്ഥാനത്തുടനീളം പ്രതീക്ഷിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശരി, മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അരുൺ പാറക്കൽ കൂടി ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. അരുൺ, കാസർഗോഡ് ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഏതൊക്കെ തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ജില്ലയിൽ? പ്രവിത, റീജിത്ത്, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ്. ശക്തമായ മഴ ഇതുവരെയും ജില്ലയിൽ ലഭിച്ചിട്ടില്ല. ചെറിയ ചാറ്റൽ മഴയൊക്കെ ലഭിക്കുന്നുണ്ട്. അതായത് ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ തുടങ്ങിയതാണ്. ഒരുപക്ഷേ ഇനിയിപ്പോൾ വരും മണിക്കൂറുകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. മലയോര മേഖലയും അതുപോലെ തന്നെ തീരദേശ മേഖലയുമാണ് പ്രധാനമായും ജാഗ്രതാ മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുന്നത്. തീരദേശ മേഖലയിൽ ശക്തമായ തിരമാലകൾ അടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും കടലിൽ പോകരുതെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര മേഖലയിൽ രാത്രി യാത്രാ നിരോധനം ഏർപ്പെടുത്തിയേക്കുമെന്നൊരു വിവരം ലഭിക്കുന്നുണ്ട്. മരങ്ങൾ വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കഴിഞ്ഞ തവണയും ശക്തമായ മഴ പെയ്ത സമയത്ത് രാത്രിയാത്ര നിയന്ത്രണം വരുത്തിയിരുന്നു. മറ്റൊന്ന് ഈ ഉപ്പള, പുത്തികെ നദികളാണ്. അത് പെട്ടെന്ന് തുടർച്ചയായി മഴ ലഭിക്കുകയാണെങ്കിൽ പുത്തികെ, ഉപ്പള നദികളൊക്കെ പെട്ടെന്ന് കരകവിയാനുള്ള സാധ്യതയുണ്ട്. ആ ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതിനുള്ള എല്ലാവിധ മുന്നൊരുക്കങ്ങളും ജില്ലാ ഭരണകൂടം നടത്തുന്നുണ്ട്. ഈ തേജസ്വിനി പുഴ പെട്ടെന്ന് കരകവിയുന്ന ഒരു സാഹചര്യമുണ്ട്. കിരാനൂർ, കരിന്തളം പഞ്ചായത്തിലും നീലേശ്വരം മുനിസിപ്പാലിറ്റിയും ഈ തേജസ്വിനി പുഴ കടന്നു പോകുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ പെട്ടെന്ന് കരകവിഞ്ഞ് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിൽ അടിയിലാവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അതിനുള്ള മുന്നൊരുക്കങ്ങൾ, അതായത് അവിടെയുള്ള ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നുണ്ട്. ദേശീയപാത കടന്നു പോകുന്ന പ്രദേശങ്ങളാണ് മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. അത് ഈ മട്ടലായിക്കുന്നും വീരമലക്കുന്നുമൊക്കെയാണ്. ആ ബേവിഞ്ചയിൽ, തെക്കിൽ ആ ഭാഗങ്ങളിലൊക്കെ തന്നെ മണ്ണിടിച്ചിൽ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മഴ ശക്തമാവുകയാണെങ്കിൽ മണ്ണിടിയാനുള്ള സാധ്യത കണക്കാക്കുന്നുണ്ട്. ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു.
ഇനി 235ഓളം കുടുംബങ്ങൾ ഈ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നുണ്ട്. അവരെയൊക്കെ മാറ്റിപ്പാർപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകളും നടത്തിക്കഴിഞ്ഞു. ഇപ്പോൾ നിലവിൽ എന്തായാലും മഴ ശക്തമായിട്ടില്ല, ചാറ്റൽ മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ മഴ ശക്തമാവുമെന്ന പ്രതീക്ഷയാണുള്ളത്. പ്രവിത, റീജിത്ത്. ശരി, അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വരും മണിക്കൂറുകളിൽ കാസർഗോഡ് ജില്ലയിൽ മഴ ശക്തമാവാനുള്ള സാധ്യതയുണ്ട്. ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത്. കാസർഗോഡിന് പുറമെ കണ്ണൂർ ജില്ലയിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബാക്കി 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലനിൽക്കുന്നുണ്ട്. അതിശക്തമായ മഴയും കനത്ത മഴയും തുടരും എന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട ചരക്കു കപ്പലിലെ തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. തീപിടിച്ച കപ്പലിനെ വടം ഉപയോഗിച്ച് കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുമായി ബന്ധിപ്പിച്ചു. കപ്പലിനെ കൂടുതൽ ഉൾക്കടലിലേക്ക് മാറ്റാനാണ് ശ്രമം. തീനാളങ്ങൾ കുറഞ്ഞുവെങ്കിലും കപ്പലിൽ നിന്ന് വൻതോതിൽ പുകയുയരുന്നുണ്ട്. കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ വരും ദിവസങ്ങളിൽ തീരത്ത് അടിഞ്ഞേക്കും. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. സമീർ, ഗുഡ് മോർണിംഗ്. സമീർ, ഈ കപ്പലിനെ വടം ഉപയോഗിച്ച് കൂടുതൽ ഉൾക്കടലിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം തുടരുന്നുണ്ട്. അതേസമയം തന്നെ കപ്പലിന്റെ ഒരു ഭാഗത്തെ തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. മറ്റ് നടപടിക്രമങ്ങൾ ഇന്നിനി എങ്ങനെയായിരിക്കും? ഗുഡ് മോർണിംഗ് പ്രജിത്ത്. പ്രവിധ സൂചിപ്പിച്ചതുപോലെയാണ്, ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണ് ചരക്ക് കപ്പലുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുമായി തീ പിടിച്ച ചരക്ക് കപ്പലുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉൾക്കടലിലേക്ക് വളരെ വേഗത്തിൽ നീക്കാൻ കഴിയും എന്നുള്ള ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതോടൊപ്പം തന്നെ വലിയൊരു ശതമാനം തീയും അണക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ആശ്വാസം നൽകുന്ന കാര്യമാണ്. അതോടൊപ്പം ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, ഇപ്പോഴും ശക്തമായ രീതിയിൽ അവിടെ നിന്ന് പുക ഉയരുന്നുണ്ട്. കറുത്ത വിഷപ്പുകയാണ് ഉയരുന്നത്. അത് ശ്വസിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അത് കാറ്റിന്റെ ഗതി അനുസരിച്ച് തീരമേഖലയിലേക്ക്, കേരളത്തിന്റെ തീരമേഖലയിലേക്ക് എത്താനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. 22 ജീവനക്കാരായിരുന്നു ഈ ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെടുമ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്നത്. അതിൽ 18 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. അതിൽ 6 പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. 2 പേർക്ക് പൊള്ളലേറ്റതുമായി ബന്ധപ്പെട്ടുണ്ടായുള്ള ആരോഗ്യ പ്രശ്നങ്ങളും മറ്റ് 4 പേർക്ക് അതിൽ നിന്നുള്ള പുക ശ്വസിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും. പുക ശ്വസിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള ആ 4 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. അവർ ആരോഗ്യനില വീണ്ടെടുത്തിട്ടുണ്ട് എന്ന കാര്യമാണ് മംഗലാപുരത്തെ AJ ആശുപത്രിയിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതോടൊപ്പം തന്നെ 40% പൊള്ളലേറ്റ 2 പേരുണ്ട്. അവരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്നുമുണ്ട്. മറ്റ് 12 പേരും അവർക്ക് ഒരു വിധത്തിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമില്ല. എന്നാൽ ഇതിൽ നിന്ന് 4 പേരെ ഇപ്പോഴും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരിപ്പോൾ ഈ കപ്പലിനകത്തുണ്ടോ അതല്ല കടലിലേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ അവർക്ക് അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെയാണ് ഈ 60ഓളം കണ്ടെയ്നറുകളാണ് അതിനകത്ത് നിന്ന് പുറത്തേക്ക് വീണിട്ടുള്ളത്, കപ്പലിലേക്ക് പതിച്ചിട്ടുള്ളത്, കപ്പലിൽ നിന്ന് കടലിലേക്ക് പതിച്ചിട്ടുള്ളത്. ആ കണ്ടെയ്നറുകളൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ കരക്കടിയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് ലഭിക്കുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, MSC എൽസ വീണതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആശങ്ക തീരമേഖലയിൽ ഉണ്ടായിരുന്നു. അതിന് പിറകെയാണ് ഇപ്പോൾ മറ്റൊരു സംഭവം കൂടി ഉണ്ടാകുന്നത്. വാൻഹായ് 503 എന്നുള്ള കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾക്ക് തീപിടിക്കുകയും അവ കടലിലേക്ക് പതിക്കുകയും ചെയ്യുന്ന സാഹചര്യം. ഇനിയുള്ള ദിവസങ്ങളിലാണ് അത് തീരമേഖലയിൽ പതിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നത് എന്നാണ് അതുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ തീരമേഖലയുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനുകളിലേക്കും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡിനുമൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൽ വിഷാംശം അടങ്ങിയിട്ടുള്ള വസ്തുക്കളുണ്ട്, അതുപോലെ തന്നെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുള്ള വസ്തുക്കളും ഉണ്ട് എന്നുള്ള അത്തരം കാറ്റഗറിയിൽപ്പെടുന്ന വസ്തുക്കളാണ് എന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിലവിൽ തീരമേഖലയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയ സമയമാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു വറുതിയുടെ നാളുകൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്തരം ഒരു നാളുകളുടെ തൊട്ട് മുന്നോടിയായിക്കൊണ്ടാണ് ഈ 2 കപ്പൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. അത് തീരമേഖലയെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ദൗത്യം ഇപ്പോഴും വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. തീനാളങ്ങൾ കുറഞ്ഞെങ്കിലും കപ്പലിൽ നിന്ന് വലിയ തോതിൽ പുക ഉയരുന്നുണ്ട്. തീ പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു പ്രതിസന്ധിയാണ്. കടലിലേക്ക് കണ്ടെയ്നറുകൾ പതിക്കുന്നുണ്ട്. കടലിലേക്ക് പതിച്ച കണ്ടെയ്നറുകൾ വരും ദിവസങ്ങളിൽ തീരത്തേക്ക് അടിയാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ ഭാഗമായുള്ള ജാഗ്രത തീരമേഖലയിൽ നിലനിൽക്കുന്നുമുണ്ട്. സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കൊച്ചി തീരത്ത് ചരക്ക് കപ്പൽ MSC എൽസ 3 മുങ്ങിയതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ നൽകിയ പൊതുതാൽപര്യ ഹർജി ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ അപകടത്തിന്റെ വിശദാംശങ്ങൾ പൊതുമധ്യത്തിൽ ലഭ്യമാക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് കണ്ടെയ്നറുകളുടെ വിശദാംശങ്ങൾ സർക്കാർ പ്രസിദ്ധീകരിച്ചത്. നിലവിൽ എൽസ 3 അപകടവുമായി ബന്ധപ്പെട്ട് കേസെടുത്ത കാര്യമടക്കം സർക്കാർ കോടതിയെ അറിയിക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് TN പ്രതാപൻ പൊതുതാൽപര്യ ഹർജി നൽകിയത്. മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്നതിൽ ദേശീയപാത അതോറിറ്റി ഇന്ന് ഹൈക്കോടതിയിൽ സമഗ്ര റിപ്പോർട്ട് നൽകും. IIT വിദഗ്ധരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ടാണ് നൽകുക.
കഴിഞ്ഞ തവണ നൽകിയ ഇടക്കാല റിപ്പോർട്ടിൽ ഹൈക്കോടതി അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. അമൽ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ തവണ നൽകിയ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചില ആശയക്കുഴപ്പമൊക്കെ നിലനിന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ വിശദമായ റിപ്പോർട്ട് നൽകുന്നത്. എപ്പോൾ ഈ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്? ഒപ്പം ഈ റിപ്പോർട്ടിനെ കുറിച്ചുള്ള മറ്റ് വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് റീജിത്ത്, പ്രവിത. ഏതായാലും കുരിയാട് ദേശീയപാതയെ സംബന്ധിച്ചുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ശക്തമായി നിൽക്കുന്ന, പ്രത്യേകിച്ചും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള ദേശീയപാതയുടെ തകർച്ചയെ തുടർന്നുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ശക്തമായി നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു കേസ് ഹൈക്കോടതിയുടെ മുമ്പിലാക്കി എത്തുന്നത്. അതായത് കുരിയാട് ദേശീയപാതയുടെ തകർച്ചയുമായി സംബന്ധിച്ച് ഹൈക്കോടതി ശക്തമായ ഇടപെടലുകൾ നടത്തുകയും വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായാണ് സർക്കാർ ഈ ദേശീയപാതയുടെ തകർച്ചയെ സംബന്ധിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കുന്നത്. എന്നാൽ ഈ റിപ്പോർട്ടിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തിയതിനെ തുടർന്ന് IIT വിദഗ്ധരുടെ സംഘം അടങ്ങിയ ഒരു വിദഗ്ധ സംഘം ഈ ഒരു വിഷയത്തിൽ പഠനം നടത്തുകയും കുറെ കൂടി വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തു. ആ റിപ്പോർട്ടാണ് ഇന്ന് ഹൈക്കോടതിക്ക് മുൻപാകെ സമർപ്പിക്കാൻ പോകുന്നത്. ദേവൻ രാമചന്ദ്രൻ ബെഞ്ചായിട്ടുള്ള ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് ഈ ഒരു കേസ് ഇപ്പോൾ എടുക്കുന്നത്. അതിൽ മേലുള്ള ശക്തമായിട്ടുള്ള നിരീക്ഷണങ്ങൾ ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് അറിയാവുന്നതാണ്, സെൽഫി വിവാദങ്ങളെല്ലാം ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു ദേശീയപാതയുടെ തകർച്ചയുമായി ബന്ധപ്പെട്ടെല്ലാം ഉണ്ടായതാണ്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കേന്ദ്രമന്ത്രിമാരുമായി സംസാരിക്കുമ്പോഴെല്ലാം അവർ പറയുന്ന കൃത്യമായൊരു ഡേറ്റ്, ഈ ദേശീയപാത പുനർനിർമ്മിക്കുവാനുള്ള കൃത്യമായ ഡേറ്റ് ഇപ്പോൾ പറയാനാകില്ല എന്നാണ് പറഞ്ഞത്. അതോടൊപ്പം ഈ ഒരു ദേശീയപാതയുടെ തകർച്ചയിൽ സംഭവിച്ച യഥാർത്ഥ കാരണം എന്താണ്? അത് മണ്ണിന്റെ പ്രശ്നമാണോ, മണ്ണ് പരിശോധിക്കാൻ കാട്ടിയ വിമുഖതയാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉള്ള തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉണ്ടായ പാളിച്ചയാണോ, അല്ലെങ്കിൽ അതിന്റെ അലൈൻമെന്റിലുണ്ടായ പ്രശ്നമാണോ എന്നതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ടുള്ള ഒരു വിവരം ഈ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇന്ന് ഈ റിപ്പോർട്ട് കോടതിയിലെത്തും. അതിനുശേഷം തന്നെ മാധ്യമങ്ങൾക്കും ലഭ്യമാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രവിത, റീജിത്ത്. ശരി. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. കോടതിയുടെ മുമ്പിലേക്ക് എന്തായാലും ഈ വിഷയം വരികയാണ്. എന്താണ് കോടതി ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ പോകുന്ന തുടർ നിലപാട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. നേരത്തെ NHAIക്ക് അതിരൂക്ഷമായ വിമർശനം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നതാണ്. കോഴിക്കോട് പന്തീരാങ്കാവിൽ ഇസാഫ് ബാങ്കിനെ കബളിപ്പിച്ച് 40 ലക്ഷം രൂപ കവർന്ന കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പന്തീരാങ്കാവ് സ്വദേശി ഷിബിൻ ലാലാണ് പണമടങ്ങിയ ബാഗുമായി കടന്നുകളഞ്ഞത്. ഇടപാടിനായി കൊണ്ടുവന്ന പണം ബാങ്ക് ജീവനക്കാരനായ അരവിന്ദന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് പ്രതി സ്കൂട്ടറിൽ രക്ഷപ്പെടുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ബാങ്ക് ജീവനക്കാരിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തു. പണയം വെച്ചിട്ടില്ലാത്ത സ്വർണത്തിന്റെ കഥ പറഞ്ഞാണ് പ്രതി ബാങ്കിനെ പറ്റിച്ചത്. ഷിബിൻ ലാൽ സംസ്ഥാനം വിട്ടിട്ടില്ല എന്നാണ് പോലീസ് നൽകുന്ന വിവരം. പ്രതിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. കോഴിക്കോട് മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിൽ ഉൾപ്പെട്ട പോലീസുകാരുടെ അറസ്റ്റ് ഇന്നുണ്ടായേക്കും. വിജിലൻസിലെയും കൺട്രോൾ റൂമിലെയും ഡ്രൈവർമാരായ K. ഷൈജിത്ത്, സനിത് എന്നിവരെയാണ് ഇന്നലെ കേസിൽ പ്രതി ചേർത്തത്. ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യും. കേസിലെ മുഖ്യപ്രതിയായ ബിന്ദുവുമായി ഇരുവരും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നു. കേസിൽ പ്രതി ചേർത്തതിന് പിന്നാലെ ഇന്നലെ ഇരുവരെയും സസ്പെൻഡ് ചെയ്തിരുന്നു. നടനും BJP നേതാവുമായ G. കൃഷ്ണകുമാറിന്റെ കുടുംബവും മകളുടെ സ്ഥാപനത്തിലെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തിരിമറി കേസ് ഇനി അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ച് സംഘം. അന്വേഷണ സംഘത്തെ ക്രൈംബ്രാഞ്ച് മേധാവി ഇന്ന് തീരുമാനിക്കും. കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരായ കേസിലും ജീവനക്കാർക്കെതിരായ കേസിലുമായിരിക്കും വിശദമായ അന്വേഷണം നടത്തുക. സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് DGP ഉത്തരവിറക്കിയത്. സ്ഥാപനത്തിൽ നിന്നും ജീവനക്കാർ 63 ലക്ഷം രൂപ തിരിമറി നടത്തിയതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. കെനിയയിൽ വാഹനാപകടത്തിൽ മരിച്ച 5 മലയാളികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം 5 പേരുടെയും മൃതദേഹങ്ങൾ നെയ്റോബിയിൽ എത്തിച്ചു. അപകടം സംഭവിച്ച സമയത്ത് പലരുടെയും പാസ്പോർട്ടുകളും മറ്റ് രേഖകളും നഷ്ടമായിരുന്നു. അതിനാൽ അവശ്യരേഖകൾ എത്രയും പെട്ടെന്ന് ക്രമീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ നേതൃത്വത്തിൽ നടന്നുവരികയാണ്. പരിക്കേറ്റവരെയും നെയ്റോബിയിൽ എത്തിച്ചു. സാരമായി പരിക്കേറ്റവരെ ഖത്തറിലേക്കോ നാട്ടിലേക്കോ എത്തിക്കുന്നതിനുള്ള ക്രമീകരണവും ഒരുക്കുന്നുണ്ട്. മഴക്കെടുതിക്കൊപ്പം കാട്ടാനകൾ സൃഷ്ടിക്കുന്ന കടുത്ത പ്രതിസന്ധിയിലുമാണ് ഇടുക്കി കോവിൽമലയിലെ കർഷകർ. രാത്രികാലങ്ങളിൽ തുടർച്ചയായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുകയാണ്. 2 പിടിയാനയും ഒരു കുട്ടിയാനയും അടങ്ങുന്ന കൂട്ടമാണ് കഴിഞ്ഞ ദിവസം ഇറങ്ങിയത്.
കോവിൽമലയ്ക്കടുത്തുള്ള തുളസിപ്പടിയിലെ കർഷകരുടെ വിളകളാണ് കാട്ടാനക്കൂട്ടം ചവിട്ടി മെതിച്ചിട്ടിരിക്കുന്നത്. പടക്കം പൊട്ടിച്ചും ബഹളം വെച്ചും കാട്ടാനകളെ തുരത്താൻ ശ്രമിച്ചാലും പിന്നെയും തിരികെ എത്തും. പ്ലാവിൽ നിന്ന് ചക്കകൾ പറിച്ചു തിന്നും, വാഴകൾ വ്യാപകമായി ഒടിച്ചു തിന്നും, ഏലച്ചെടികൾ ചവിട്ടി ഒടിച്ചും കൃഷിയിടമാകെ നശിപ്പിച്ചു. മൂന്നാന വന്നിട്ട് കരോട്ടൊന്ന് ഇറങ്ങി വന്നിട്ട് എൻ്റെ പറമ്പും ഈ രാജചേട്ടൻ്റെ പറമ്പും കരോട്ട ജോണിച്ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുടെ പറമ്പുണ്ട്, പിന്നെ അതിന് തൊട്ടിപ്പുറത്തെ 4 പറമ്പാണ് മൊത്തം നശിപ്പിച്ചതാണ്. എനിക്കിപ്പോൾ 65 വയസ്സായവനാണ്. ആരുടെ ആശ്രയം ഇല്ലാതുകൊണ്ട് ജീവിക്കാനുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ വന്ന് ഈ കിടന്ന് കഷ്ടപ്പെട്ട് ഈ പണിയുന്നത്. സർക്കാർ ഒന്നിൽ ആനേനെ എവിടെയെങ്കിലും ഉൾവനത്തിലേക്ക് കൊണ്ടുവിടുക, പണ്ട് അരിക്കൊമ്പനെ കൊണ്ടുവിടുക. അതും അല്ലെങ്കിൽ ഈ പ്രദേശത്ത് നിന്ന് ഗോപിനെല്ലാം വെടിവെച്ച് കൊന്നു കളയുക. ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായുള്ള തേക്ക് പ്ലാന്റേഷനിൽ നിന്നാണ് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത്. ഞങ്ങൾ പറഞ്ഞു ഇതിന് അത്യാവശ്യമായിട്ട് ആ ട്രെഞ്ച് കോരാനുള്ള ഒരു നടപടിയെങ്കിലും ഉണ്ടാകണം. കുറച്ചെടുത്ത് മാറി പൊട്ടിക്കാനുണ്ട്, അത് പൊട്ടിച്ച് മാറ്റിയാൽ അത്യാവശ്യം നിലനിൽക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് തീറ്റി കണ്ട കാരണം അത് നാളെ വരുമെന്നേ. നാളെ നല്ല ഇന്ന് രാത്രിക്കും വരും. എന്തെങ്കിലും നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ കൃഷിക്കാർ മുഴുവൻ നഷ്ടത്തിലായി പോകും. അമിതമായ ബാധ്യത എടുത്തു വെച്ചാൽ ചില ഇതൊക്കെ ചെയ്താക്കുന്നേ. കാട്ടാന എത്തുന്നത് തടയാൻ സ്ഥലത്ത് വനം വകുപ്പ് പെട്രോളിംഗ് നടത്തുന്നുണ്ട്. എന്നാൽ ആനകൾ വനത്തിൽ തന്നെ തുടരാൻ ഫലപ്രദമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 ഇടുക്കി. പോരാട്ടച്ചൂടിൽ നിലമ്പൂർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് 7 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സർക്കാരിനെതിരെ പ്രചാരണവുമായി സമരം നടത്തുന്ന ആശാ വർക്കേഴ്സ് ഇന്ന് മണ്ഡലത്തിലെത്തും. ചന്തക്കുന്നിൽ നിന്ന് നിലമ്പൂർ ടൗണിലേക്ക് പ്രകടനം നടത്തും. മുന്നണികളുടെ പ്രധാന നേതാക്കളെല്ലാം മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുകയാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആര്യാടൻ ഷൌക്കത്തിനായി വോട്ട് ചോദിച്ചെന്നെത്തും. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർ മണ്ഡലത്തിലുണ്ട്. വിപിൻ C വിജയനാണ് നിലമ്പൂരിൽ നിന്ന് ചേരുന്നത്. വിപിൻ, ഗുഡ് മോർണിംഗ്. വിപിൻ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലതരത്തിലുള്ള രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചതാണ്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ പറയുകയാണെങ്കിൽ ആശാ വർക്കേഴ്സ് കൂടി കളത്തിലിറങ്ങുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് സർക്കാരിനെതിരായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമായും ആശാ വർക്കേഴ്സ് പറയുക എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എപ്പോഴായിരിക്കും അവർ മണ്ഡലത്തിലെത്തുക? എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് ശ്രീജിത്ത്, പ്രവിത. ഹൈ വോൾട്ടേജ് ആയിട്ടുള്ള ഒരു പ്രചാരണത്തിന് തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നിലമ്പൂർ സാക്ഷ്യം വഹിക്കുക. ഇന്നിപ്പോൾ ആശാ വർക്കർമാർ കൂടി മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. അവരുടെ പ്രചാരണം ഇന്ന് രാവിലെ ആരംഭിക്കും. 10 മണിക്ക് ചന്തക്കുന്നിൽ നിന്ന് നിലമ്പൂർ ടൗണിലേക്ക് അവരുടെ പ്രകടനമുണ്ട്, ആശാ വർക്കർമാരുടെ പ്രകടനം. അതിനുശേഷം അവർ വീടുകൾ കയറി അവർ അനുഭവിക്കുന്ന ഒരു ദുരിതം, ഒപ്പം തന്നെ സർക്കാരിനെതിരെയുള്ള ഒരു പ്രചാരണം നടത്തും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയിച്ചിരിക്കുന്നത്. ഇനി ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പല വിധത്തിലുള്ള പ്രചാരണങ്ങൾ, അത് വിവാദങ്ങൾ, അതൊക്കെ തന്നെ മാറി മറിയുകയാണ്. അത് അവസാനം എത്തി നിൽക്കുന്നത് ആരാണ് ഈ വർഗീയതയ്ക്ക് കൂട്ടുപിടിക്കുന്നത് എന്നുള്ള ചർച്ചയിൽ തന്നെയാണ്. അത് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയുമായിട്ട് UDF ആണ് എന്നുള്ളത് LDF ആരോപിക്കുന്നു. അതല്ല PDPക്കൊപ്പവും ഹിന്ദു മഹാസഭയ്ക്കൊപ്പവുമാണ് LDF നിൽക്കുന്നതെന്ന് UDFും ആരോപിക്കുന്നു. ഇത്തരത്തിലുള്ളൊരു വാക്പോര് ഈ പ്രചാരണവുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. ഈ പ്രചാരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി പ്രിയങ്ക ഗാന്ധി വരുന്നു എന്നുള്ളതാണ്. UDF ക്യാമ്പിനെ സംബന്ധിച്ചിട്ടുള്ള അവരുടെ ഏറ്റവും ഒരു സ്റ്റാർ ക്യാമ്പയിനർ എന്ന് പറയാവുന്നത് ഈ മണ്ഡലത്തിലെ MP ആണ്. അതിനപ്പുറമുള്ള ഒരു താരപരിവേഷം പ്രിയങ്ക ഗാന്ധിക്കുണ്ട്. പ്രിയങ്ക ഗാന്ധി 13-ാം തീയതി 2 പരിപാടിയിലാണ് നിലമ്പൂരിൽ പങ്കെടുക്കുക. ഒന്ന് മൂത്തേടത്തും ഒന്ന് നിലമ്പൂർ ടൗണിലുമുള്ള 2 പരിപാടികളിൽ പങ്കെടുക്കും. LDFനെ സംബന്ധിച്ച് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ മുഖ്യമന്ത്രി തന്നെയാണ് അതിനെ നേരിട്ട് ഒരു ചുക്കാൻ പിടിക്കുന്നത്. ഇവിടെയും സമാനമായ സ്ഥിതി തന്നെയാണ്. 3 ദിവസം ഈ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി ഉണ്ടാകും. 13, 14, 15 അപ്പോൾ 13-ാം തീയതി പ്രിയങ്ക ഗാന്ധിയും മുഖ്യമന്ത്രിയും ഈ മണ്ഡലത്തിലുണ്ട്. ഈ 3 ദിവസവും വിവിധ പഞ്ചായത്ത് കൺവെൻഷനുകളിൽ മുഖ്യമന്ത്രി സംസാരിക്കും. ഇപ്പോൾ NDA സംബന്ധിച്ച് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഉണ്ട്. കൂടുതൽ കേന്ദ്രമന്ത്രിമാരെയൊക്കെ എത്തിക്കാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി യൂസഫ് പത്താൻ 15-ാം തീയതി എത്തുന്നു. അപ്പോൾ PV അൻവർ കൂടി ദേശീയ നേതാക്കളെ പരമാവധി ഇറക്കിക്കൊണ്ടുള്ള ഒരു മുക്കും മൂലയും നിറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചാരണത്തിന് തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങൾ സാക്ഷ്യം വഹിക്കുക. ഒപ്പം തന്നെ അതിൽ ഈ വിവാദവും അതും വിടാതെ ഈ മുന്നണികളൊക്കെ അവരുടെ ഒരു പ്രചാരണ ആയുധമാക്കി അത് മാറ്റുന്നു എന്നുള്ളതുമാണ്. അതിനിടയിലാണ് ഇപ്പോൾ ആശാ വർക്കർമാരും നിലമ്പൂർ മണ്ഡലത്തിലേക്ക് എത്തുന്നത്. ഇനി ഒരാഴ്ച പോലും തികച്ചില്ല പരസ്യ പ്രചാരണം അവസാനിക്കാൻ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ആ ഒരു തീപ്പൊരി ആയിട്ടുള്ളൊരു കൺവെൻഷനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും.
ശരി, വിപിൻ സി വിജയൻ നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. പ്രധാന നേതാക്കളെ കളത്തിലിറക്കി കളം പിടിക്കാനുള്ള ശ്രമമാണ് മുന്നണികളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. പ്രിയങ്ക ഗാന്ധി എത്തിക്കാനുള്ള പ്രിയങ്ക ഗാന്ധി UDF സ്ഥാനാർത്ഥിക്കായി പ്രചാരണത്തിന് ഇറങ്ങാൻ പോകുന്നു. അതുപോലെ LDFന്റെ സ്റ്റാർ ക്യാമ്പയിനർ നിസ്സംശയം മുഖ്യമന്ത്രിയാണ്. മന്ത്രിമാരടക്കം മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രചാരണം നയിക്കുന്നുണ്ട് LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി. അങ്ങനെ വാശിയേറിയ തെരഞ്ഞെടുപ്പ് ചൂടാണ് നിലമ്പൂരിൽ കാണാൻ കഴിയുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പിന്തുണയെ ചൊല്ലി സാംസ്കാരിക ലോകത്തും ചേരിപ്പോര്. KR മീരയും സച്ചിദാനന്ദനും സ്വരാജിനു വേണ്ടി അണിനിരന്നപ്പോൾ വിമർശനവുമായി PF മാത്യൂസ് രംഗത്തെത്തി. ഷൗക്കത്തിനൊപ്പം നിലയുറപ്പിക്കുകയാണ് ജോയ് മാത്യു. എന്റെ വോട്ട് നിലമ്പൂരിലായിരുന്നുവെങ്കിൽ സ്വരാജിന് വോട്ട് ചെയ്യുമായിരുന്നുവെന്ന് ഫേസ്ബുക്കിൽ കുറിച്ച് പിന്തുണ ആദ്യം അറിയിച്ചത് കവി സച്ചിദാനന്ദൻ. ആശാസമരത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുന്നതിനിടയിൽ തന്നെയായിരുന്നു സച്ചിദാനന്ദന്റെ പിന്തുണയും. പിന്നീട് പിന്തുണയുമായി എത്തിയത് എഴുത്തുകാരി KR മീര. സ്വരാജിന് വോട്ട് ചെയ്യാനാകാത്തതിൽ സങ്കടമുണ്ടെന്ന് മണ്ഡലത്തിൽ LDF പ്രചാരണത്തിനെത്തിയ KR മീര പറഞ്ഞു. പിന്നാലെ KR മീരയെ ലക്ഷ്യം വെച്ച PF മാത്യൂസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സാംസ്കാരിക നായകർ സർക്കാരിന് ദാസ്യപ്പണി ചെയ്യുകയാണെന്ന് കടുപ്പിച്ചായിരുന്നു വിമർശനം. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനായി മണ്ഡലത്തിലെത്തിയ ചലച്ചിത്ര പ്രവർത്തകൻ ജോയ് മാത്യു സച്ചിദാനന്ദന് മറുപടിയായി പങ്കുവച്ച FB പോസ്റ്റ് ഇടതുവലത് ചേരിതിരിഞ്ഞുള്ള പോരിന് മൂർച്ച കൂട്ടി. അഭിപ്രായം പറയാനും പ്രചാരണത്തിലിറങ്ങാനും ആരുടെയെങ്കിലും സമ്മതം വേണോ എന്ന് M സ്വരാജ്. ഈ തെരഞ്ഞെടുപ്പിൽ നിലപാട് പറയുകയും അഭിപ്രായം പറയുകയൊക്കെ ചെയ്തവരുടെ കലാസാഹിത്യ സൃഷ്ടികളിലൂടെ കണ്ണോടിച്ചാൽ അവരുടെ അടിയുറച്ച രാഷ്ട്രീയ ബോധ്യങ്ങൾ, സാമൂഹ്യ വീക്ഷണങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. എല്ലാവരെയും അവരവർക്ക് പരിചിതരായവരെ പോലെ പരിചിതരായ ആളുകളെ പോലെ വിലയിരുത്തരുത് എന്ന് മാത്രമേ എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളൂ. M സ്വരാജിനുള്ള സാംസ്കാരിക നായകന്മാരുടെ കൂട്ടായ പിന്തുണയിൽ കലാകാരൻ കൂടിയായ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് അതൃപ്തി മറച്ചുവെക്കുന്നില്ല. ഞാനൊരു സാംസ്കാരിക പ്രവർത്തകനാണ് എന്ന്, അല്ലെങ്കിൽ ഞാനൊരു കലാകാരനാണ് എന്ന് ഞാൻ നാട്ടിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ലല്ലോ. അത് ജനങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ അതൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്ത് ജനങ്ങൾ തീരുമാനിക്കും. അതേസമയം LDF സംഘടിപ്പിച്ച M സ്വരാജിനെ പിന്തുണയ്ക്കുന്ന സാംസ്കാരിക നായകന്മാരുടെ കൂട്ടായ്മയിൽ സാമൂഹിക സാഹിത്യ പ്രവർത്തകരായ TD രാമകൃഷ്ണൻ, KEN, ആലങ്കോട് ലീലാകൃഷ്ണൻ, നിലമ്പൂർ ആയിഷ തുടങ്ങിയവർ പങ്കെടുത്തു. 24 നിലമ്പൂർ. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പുത്തൻ തന്ത്രങ്ങളുമായി മുന്നണികൾ. പാട്ടും DJയുമായി പ്രചാരണം കൊഴുപ്പിക്കുകയാണ് LDFും UDF. ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാന ഘട്ടത്തിലാണ്. രാഷ്ട്രീയ പാർട്ടികൾ വാശിയിലും ആവേശത്തിലും. പ്രചാരണം കൊഴുപ്പിക്കാൻ പുത്തനാശയങ്ങൾ പയറ്റുകയാണ് മുന്നണികൾ. UDSFന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ എടക്കരയിലായിരുന്നു UDFന്റെ പ്രചാരണം. പാട്ടും ഡാൻസുമായി KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പരിപാടി ആഘോഷമാക്കി. പ്രവർത്തകർക്കൊപ്പം രമേശ് ചെന്നിത്തല ഉൾപ്പെടുന്ന നേതാക്കളും കൂടി. ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ നിലമ്പൂരിലെ ജനങ്ങൾ പിണറായി വിജയൻ ഒരു കനത്ത തിരിച്ചടി നൽകാൻ കാത്തിരിക്കുകയാണ്. കേരളത്തിലൊരു ഭരണമാറ്റത്തിന്റെ കാറ്റ് വീശുന്നു എന്നത് നിലമ്പൂരിൽ സഞ്ചരിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാവുന്നതാണ്. യൂത്ത് വൈബ് വിത്ത് സ്വരാജ് എന്ന പേരിൽ DJ യാത്രയൊരുക്കിയായിരുന്നു LDF ക്യാമ്പിന്റെ പ്രചാരണം. അഞ്ചാം മൈലിൽ നിന്ന് ആരംഭിച്ച DJ യാത്ര MV ജയരാജൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. നിലമ്പൂര് വളരണമെങ്കിൽ, കേരളത്തിൽ വികസനം സാധ്യമാവണമെങ്കിൽ, LDFന്റെ ഒരു തുടർ ഭരണം ഉണ്ടാകണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ രാഷ്ട്രീയത്തിലും പെട്ട ജനങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം. ഇനിയുള്ള ദിവസങ്ങളിൽ വേറിട്ട പ്രചാരണ രീതികൾക്കായിരിക്കും നിലമ്പൂർ സാക്ഷ്യം വഹിക്കുക. ടീം 24 നിലമ്പൂർ. ആലപ്പുഴ ചെന്നിത്തല ജവഹർ നവോദയ സ്കൂളിലെ റാഗിംഗ് പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുന്നു. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഇന്ന് സ്കൂളിൽ യോഗം ചേരും.
സ്കൂൾ പ്രിൻസിപ്പൽ, രക്ഷിതാക്കൾ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുക്കും. ആരോപണ വിധേയരായ വിദ്യാർത്ഥികൾക്കെതിരെയുള്ള നടപടിയടക്കം യോഗത്തിൽ ചർച്ചയാകും. റാഗിങ്ങിന് വിധേയനായ 8ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മൊഴി ഇന്ന് ചൈൽഡ് ലൈൻ രേഖപ്പെടുത്തും. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് ചേരുകയാണ്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. ഈ സംഭവം നടന്ന ദിവസങ്ങളായി. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികളിലേക്ക് സ്കൂൾ അധികൃതർ കടക്കുന്നുവെന്നത് സ്വാഗതാർഹമാണ്. എന്തായാലും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതെങ്ങനെയാകും വിവരങ്ങൾ? രജിത്, പ്രവിത, ഗുഡ് മോർണിംഗ്. നിലവിൽ ഇപ്പോൾ ജില്ലാ കളക്ടർ ഇന്ന് അടിയന്തരമായ ഒരു യോഗം വിളിച്ചത്. നവോദയ വിദ്യാലയമായതുകൊണ്ട് തന്നെ ആ വിദ്യാലയത്തിന്റെ ചെയർമാൻ ജില്ലാ കളക്ടറാണ്. നിലവിൽ അധ്യാപകരും ഒപ്പം PTA പ്രതിനിധികളും ഈ യോഗത്തിൽ പങ്കെടുക്കും. ആദ്യഘട്ടത്തിൽ സ്കൂളിനെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു. വേണ്ട രീതിയിൽ ഈ വിഷയത്തെ പരിഗണിച്ചില്ലെന്നും നിയമപരമായി നടത്തേണ്ട കാര്യങ്ങൾ നടത്തിയില്ല എന്നുമുള്ള വിമർശനമായിരുന്നു ഉണ്ടായിരുന്നത്. ആ വിമർശനങ്ങളടക്കം വിശദമായി ചർച്ച ചെയ്യുന്ന ഒരു യോഗമായിരിക്കും ഇന്ന്. ഒപ്പം ഈ 6 വിദ്യാർത്ഥികൾ നിലവിൽ സസ്പെൻഷനിലാണ്. അവർക്കെതിരെ തുടർ നടപടികൾ എങ്ങനെ വേണം എന്നടക്കമുള്ള കാര്യങ്ങളും ഇന്ന് യോഗം ചർച്ച ചെയ്യും. ഒപ്പം ഇന്ന് ചൈൽഡ് ലൈനിന്റെ ഒരു മൊഴി രേഖപ്പെടുത്തലുണ്ട്. അത് ഈ റാഗിങ്ങിനിരയായ കുട്ടിയുമായാണ്. ഈ കുട്ടിക്കൊപ്പം റാഗിങ്ങിനിരയായ മറ്റ് 2 പേർ കൂടിയുണ്ട്. അവർ ഇതുവരെ പരാതിയുമായി മുന്നോട്ട് വരാൻ തയ്യാറായിട്ടില്ല. അത് സ്കൂളിന്റെ സമ്മർദ്ദമാണ് അവരെ പരാതിയിൽ നിന്ന് പിൻവലിപ്പിച്ചതെന്നുള്ളതായിരുന്നു ഇന്നലെയും പരിക്കേറ്റ കുട്ടിയുടെ കുടുംബത്തിന്റെ ആരോപണം. ഏതെങ്കിലും തരത്തിൽ അവർ ഇനി പരാതിയുമായി മുന്നോട്ട് വരുമോ എന്നുള്ളതും ശ്രദ്ധേയമാണ്. നിലവിൽ മാന്നാർ പോലീസ് ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ആയതുകൊണ്ട് തന്നെ നിലവിൽ FIR രജിസ്റ്റർ ചെയ്യാതെയാണ് പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇനി JJ ആക്ട് പ്രകാരമുള്ള നടപടികളിലേക്കായിരിക്കും പോലീസ് ഈ വിഷയത്തിൽ കടക്കുക. അത് കളക്ടറുടെ യോഗത്തിന് ശേഷം ഒപ്പം ഈ നവോദയ വിദ്യാലയത്തിന്റെ റീജിയണൽ മാനേജ്മെന്റ് ഉണ്ട്, അവരുടെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. എന്തായാലും ഇനി സ്കൂളിന്റെ മുന്നോട്ടുള്ള നിലപാട് എന്താണ് എന്നുള്ളതായിരിക്കും ഇനി പ്രധാനമായും ചർച്ചാ വിഷയമാവുക. കോഴിക്കോട് മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിൽ ഉൾപ്പെട്ട പോലീസുകാരുടെ അറസ്റ്റ് ഇന്നുണ്ടായേക്കും. വിജിലൻസിലെയും കൺട്രോൾ റൂമിലെയും ഡ്രൈവർമാരായ K. ഷൈജിത്ത്, സനത് എന്നിവരെയാണ് ഇന്നലെ കേസിൽ പ്രതി ചേർത്തത്. ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യും. കേസിലെ മുഖ്യപ്രതിയായ ബിന്ദുവുമായി ഇരുവരും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നു. സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് എന്ന വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായി ലഭ്യമാകുന്ന വിവരങ്ങൾ? പ്രതിയുമായി സാമ്പത്തിക ഇടപാടുകളുണ്ട് പോലീസുകാർക്ക് എന്നത് ഗൗരവതരവുമാണ്. ഇതിൽ ഈ ഘട്ടത്തിൽ അന്വേഷണം എത്തി നിൽക്കുന്നത് എവിടെയാണ് സമീർ? മലാപ്പറമ്പ് സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട് 9 പേരെയാണ് കഴിഞ്ഞ ദിവസം നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിന് പിറകെയാണ് ഈ സംഭവത്തിൽ പോലീസുകാർക്ക് പങ്കുണ്ട് എന്നുള്ള വിവരം കൂടി ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുകയും 2 പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തു. വിജിലൻസിലെയും അതുപോലെ തന്നെ കൺട്രോൾ റൂമിലെയും ഡ്രൈവർമാരായിട്ടുള്ള സനിത്തിനും ഷൈജിത്തിനുമെതിരെയാണ് പോലീസിന് നടപടി ഉണ്ടായിരിക്കുന്നത്. 2 പേരെയും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതിന് പിറകെ 2 പേരെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ കേസിലെ മുഖ്യപ്രതിയാണ് ബിന്ദു. ബിന്ദുവുമായി 2022 മുതൽ ഈ പ്രതികൾക്ക് ബന്ധമുണ്ട് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ബിന്ദുവിൻ്റെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. തിരിച്ച് ഇവർക്ക് ഈ പോലീസുകാരും അവിടെ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ട്. മാത്രമല്ല ഈ കേസിൻ്റെ അന്വേഷണ ഘട്ടങ്ങളിലൊക്കെ തന്നെ പോലീസിൽ നിന്ന് മറ്റു തരത്തിലുള്ള നടപടികളൊന്നും ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമങ്ങൾ പ്രതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ള കണ്ടെത്തലുമുണ്ട്. കൂടാതെയാണ് പ്രതികളുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അവിടെ ആവശ്യക്കാരെ എത്തിക്കുന്നതിനും അതുപോലെ തന്നെ അവിടെ യുവതികളെ എത്തിക്കുന്നതിനുമൊക്കെ ഈ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടായി എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 2 പേരെയും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഈ 2 പേരുടെയും അറസ്റ്റ് ഇന്ന് ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നടക്കാവ് CIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ടൗൺ ACPയുടെ നിർദ്ദേശപ്രകാരം വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലും തുടർന്നുള്ള നടപടികളും ഉണ്ടാകും. അറസ്റ്റ് ഇന്ന് ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. പ്രവിത, പ്രജിത്ത്. സമീർ, ഇതിൽ കേസിൽ ഈ പോലീസുകാരുടെ പങ്കുണ്ട് എന്ന് അറിഞ്ഞ ഉടനെ ഇവർക്കെതിരെ കേസെടുക്കുകയായിരുന്നു. ഇതിൽ വിശദമായ അന്വേഷണം ഇനിയും നടക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇവർ പിടിയിലായി എന്നുള്ളത് തീർച്ചയായിട്ടും കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. മറ്റുള്ളവരിലേക്ക് ഈ അന്വേഷണം ഇനിയും വ്യാപിപ്പിക്കുന്നുണ്ടോ അന്വേഷണ സംഘം? നിലവിൽ നേരത്തെ അറസ്റ്റിലായിട്ടുള്ള 9 പേരും കൂടാതെ ഈ 2 പോലീസ് ഉദ്യോഗസ്ഥരും ഇങ്ങനെ 11 പേരാണ് പ്രതിപ്പട്ടികയിൽ ഉള്ളത്. കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ ലഭ്യമായിരിക്കുന്ന വിവരം ഇതിലെ മുഖ്യപ്രതിയായിട്ടുള്ള ബിന്ദുവുമായി ഈ 2 പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് കാര്യമായ ഇടപെടൽ ഉണ്ടായിരുന്നത്. അവരുടെ സാമ്പത്തിക ഇടപാടും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള സഹായങ്ങളൊക്കെ ഈ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കണ്ടെത്തിയിരിക്കുന്നു. 2022 മെഡിക്കൽ കോളേജ് പോലീസ് രജിസ്റ്റർ ചെയ്ത സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട കേസിലും ബിന്ദു പ്രതിയാണ്. ആ കാലയളവ് മുതലാണ് ഈ 2 പോലീസ് ഉദ്യോഗസ്ഥർക്കും ഈ പ്രതികളുമായുള്ള ബന്ധം. അതുമായി ബന്ധപ്പെട്ടുള്ള ഫോൺ രേഖകൾ അതുപോലെ തന്നെ ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 2 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായിട്ടുള്ള നടപടിക്ക് ശുപാർശ ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. 2 പേരെയും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 2 പേരുടെയും അറസ്റ്റ് ഉണ്ടാകും. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യം കണ്ടെത്താൻ കഴിയുകയും ചെയ്യും.
നഗരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു സെക്സ് റാക്കറ്റാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത്. 2022 അറസ്റ്റിലായതിനു ശേഷം വീണ്ടും കോഴിക്കോട് നഗരമധ്യത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഈ പ്രതികൾ നടത്തിയിരുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന കാര്യമാണ്. മാത്രമല്ല അതിന് പ്രചോദനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുമ്പോഴും ഒരു വിധത്തിലുമുള്ള ആശങ്കയില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായം കൊണ്ടുകൂടിയാണ് എന്ന കാര്യം പോലീസിന് വ്യക്തമായിട്ടുണ്ട്. അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതികൾക്കെതിരെ കർശന നടപടിയുമായിട്ട് പോലീസ് മുന്നോട്ട് പോകുന്നത്. രണ്ടുപേരുടെയും അറസ്റ്റ് ഇന്ന് ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശരി, സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് എന്ന വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. നടനും BJP നേതാവുമായ G. കൃഷ്ണകുമാറിന്റെ കുടുംബവും മകളുടെ സ്ഥാപനത്തിലെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തിരിമറി കേസ് ഇനി അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ച് സംഘം. അന്വേഷണ സംഘത്തെ ക്രൈംബ്രാഞ്ച് മേധാവി ഇന്ന് തീരുമാനിക്കും. കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരായ കേസിലും ജീവനക്കാർക്കെതിരായ കേസിലുമായിരിക്കും വിശദമായ അന്വേഷണം. മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. മേഘന, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം എങ്ങനെയാകും ക്രൈംബ്രാഞ്ച് നടത്തുക? ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ഇതിൽ പ്രധാനമായും ഈ കൃഷ്ണകുമാറും മകളും ഉൾപ്പെട്ട സാമ്പത്തിക ക്രമക്കേട് കേസ്, അതുപോലെ തന്നെ തട്ടിക്കൊണ്ടുപോകൽ പരാതി, ഇതിലാണ് ദ്രുതഗതിയിലുള്ള ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ആദ്യഘട്ടത്തിൽ മ്യൂസിയം SHOയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ശേഷം UPID അടക്കം അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റുകളടക്കം പരിശോധിക്കുന്നു. കൂടാതെ ഒരു ആദ്യഘട്ടത്തിലുള്ള ഒരു പരിശോധനകളൊക്കെ നടത്തുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് സമർപ്പിക്കുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് DGP ഇത്തരത്തിലൊരു ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ നിയോഗിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. അതിൽ പ്രധാനമായും ഇപ്പോൾ അന്വേഷണ പരിധിയിൽ വരുന്നത് ഈ കൃഷ്ണകുമാറും മകളും കൊടുത്ത പരാതിയാണ് പ്രധാനപ്പെട്ട പരാതിയായി കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഈ ജീവനക്കാരികൾ കൊടുത്ത പരാതി കൗണ്ടർ കേസായും പരിഗണിക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികളും തുടർ അന്വേഷണവും ഉണ്ടാവുക. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ അടക്കം പരിശോധിച്ചതിൽ 66 ലക്ഷം രൂപ QR കോഡ് വഴി വന്നിട്ടുണ്ട് എന്നുള്ളത്, ജീവനക്കാരികളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ അടുത്ത ഘട്ട അന്വേഷണം, അതിൽ ഈ ടാക്സ് വെട്ടിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ജീവനക്കാരികൾ പറയുന്നു. അതായത് ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങൾ സ്ഥാപനത്തിൽ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഡിറ്റിംഗ് ഈ കഴിഞ്ഞ ഒരു വർഷമായി നടത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ജീവനക്കാരികൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിലൊക്കെയുള്ള അന്വേഷണം ഉണ്ടാകും. അതിൽ പ്രധാനമായും ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ പ്രഖ്യാപിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നതും ഇത് ഒരു കൃഷ്ണകുമാർ ഉൾപ്പെട്ട ഒരു കേസ് ആയതുകൊണ്ട് തന്നെ ഒരു അന്വേഷണത്തിന്റെ വേഗത കൂട്ടുക, അതുപോലെ തന്നെ ഈ ടാക്സ് വെട്ടിപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇന്ന് ഈ ക്രൈംബ്രാഞ്ച് മേധാവി ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ നിയോഗിക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. കൂടാതെ ഇതിൽ പ്രധാനമായും ഈ ജീവനക്കാരികളെ അടക്കം ഒന്നുകൂടി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ജീവനക്കാരികൾ ഒളിവിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അങ്ങനെ ഈ ജീവനക്കാരികളുടെ കൂടുതൽ ചോദ്യം ചെയ്യലടക്കം ഇന്നുണ്ടാകും. അത് അവർ എവിടെയാണ് എന്നടക്കമുള്ളവ കണ്ടെത്തി ഇന്ന് കൂടുതൽ ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും 66 ലക്ഷം രൂപ ഇപ്പോൾ QR കോഡ് വഴി ഈ ജീവനക്കാരികളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മ്യൂസിയം SHO നടത്തിയിട്ടുള്ള അന്വേഷണത്തിലെ കണ്ടെത്തൽ. അതിന്റെ പശ്ചാത്തലത്തിലാണ് തുടർ അന്വേഷണം ഉണ്ടാവുക. ഈ രണ്ട് പരാതിയിലും തുടർ അന്വേഷണവും ഉണ്ടാകും. അത് ക്രൈംബ്രാഞ്ച് ആയിരിക്കും ഇനി അന്വേഷിക്കുക. മേഘന, ഇതിൽ ഡിജിറ്റൽ തെളിവുകളാണ് പ്രധാനം. നേരത്തെ കേസ് അന്വേഷിച്ച സംഘം ചില പ്രധാനപ്പെട്ട തെളിവുകൾ ഇതിനോടകം ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബാങ്കുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതുപോലെ ഈ ചില ദൃശ്യങ്ങൾ, അതുപോലെ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട UPI ഇടപാടുമായി ബന്ധപ്പെട്ട ചില രേഖകൾ, ഇതൊക്കെ ഇതിനോടകം ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ച് സംഘത്തിന് അത്ര വലിയ വെല്ലുവിളി നിറഞ്ഞതല്ല എന്നാണോ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് മേഘന? അങ്ങനെ തന്നെയാണ്. കാരണം ആദ്യഘട്ടത്തിൽ അന്വേഷണം നടന്നത് ഈ UPI ഇടപാടുകൾ, അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, CCTV ദൃശ്യങ്ങൾ, അതുപോലെ ഈ കൃഷ്ണകുമാറും മകളും അടക്കം നൽകിയിട്ടുള്ള ചില ഫോൺ ദൃശ്യങ്ങൾ, ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ടത്തിൽ അന്വേഷണം നടന്നത്. ഇതിൽ തന്നെ ഒരു ജീവനക്കാരികൾ ഒരു തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, ഒരു സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളത് ആദ്യഘട്ട അന്വേഷണത്തിൽ തന്നെ വ്യക്തമായതാണ്. അതായത് ഈ QR കോഡ് തട്ടിപ്പ് തന്നെ നടന്നിട്ടുണ്ട് എന്നുള്ളത് ആദ്യഘട്ട അന്വേഷണത്തിൽ തന്നെ വ്യക്തമായതാണ്. കൂടാതെ ഈ ആദ്യഘട്ടത്തിൽ ഈ പരാതി, അതായത് തട്ടിക്കൊണ്ടുപോകൽ പരാതിയായിട്ടാണ് കൃഷ്ണകുമാറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ആ സാഹചര്യത്തിലും കൃഷ്ണകുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രേഖകൾ കയ്യിലുണ്ട്, അതായത് ഇവരെ തട്ടിക്കൊണ്ടുപോയിട്ടില്ല, അത്തരത്തിൽ ഇവർ പറയുന്ന ആരോപണങ്ങളൊക്കെ തെറ്റാണ്, രേഖകൾ കയ്യിലുണ്ട്, CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കാമെന്നുള്ളതാണ് കൃഷ്ണകുമാർ പറഞ്ഞിട്ടുണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു, അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിക്കുന്നു. അതിൽ നിന്ന് തന്നെ ആദ്യഘട്ടത്തിൽ ഒരു സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ജീവനക്കാരികളുടെ പരാതി എന്ന് പറയുന്നത് ഈ ഒരു വർഷമായി ഈ സ്ഥാപനത്തിൽ ഓഡിറ്റിംഗ് നടന്നിട്ടില്ല എന്നുള്ളതാണ്. കൂടാതെ ടാക്സ് വെട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഈ
ടാക്സ് അടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറിയത്. അതിൽ ദിയ പറഞ്ഞിട്ടുണ്ട്, ദിയ കൃഷ്ണ, അതായത് കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ജീവനക്കാരികളുടെ പരാതി. ആ പരാതി കൂടി എന്തായാലും അന്വേഷണ പരിധിയിൽ വരും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. അത് പോലീസ് സംഘത്തിന്റെ നേതൃത്വത്തിൽ തന്നെ ഒരു ഓഡിറ്ററെ വെച്ച് ഈ സ്ഥാപനത്തിൽ ഓഡിറ്റിംഗ് നടത്താനുള്ള സാധ്യതകളടക്കം വരും മണിക്കൂറുകളിൽ കാണുന്നുണ്ട്. എന്തായാലും ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുന്നതോടെ ഈ അന്വേഷണ പുരോഗതി, അന്വേഷണ വേഗത കൈവരിക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ UP ഇടപാടുകളും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും അടക്കം പരിശോധിച്ചതിൽ ഈ സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ കണ്ടെത്തൽ. ശരി, മേഘന മുരളിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. പശ്ചിമബംഗാളിലെ സൗത്ത് 24 പർഗനാസ് ജില്ലയിലുണ്ടായ സംഘർഷത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഘർഷത്തിൽ 5 പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കടയെ ചൊല്ലിയുള്ള തർക്കമാണ് 2 വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് നയിച്ചത്. അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, വിശദാംശങ്ങൾ എന്താണ് അച്യുതൻ? റീജിത്ത്, പ്രവിത, ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ ബംഗാളിലെ സൗത്ത് 24 പർഗനാസിൽ ഇത്തരമൊരു സംഘർഷം ഉണ്ടാകുന്നത്. ഒരു കടയെ ചൊല്ലിയുള്ള ഒരു തർക്കമാണ് ഒരു വലിയ സംഘർഷത്തിലേക്ക് നയിച്ചത്. ഒരാൾ അവിടേക്ക് എത്തുകയും ഇത് തൻ്റെ കടയാണെന്നുള്ള അവകാശവാദം ഉന്നയിക്കുകയും തുടർന്ന് ഇതിനെ ചൊല്ലി ഒരു തർക്കം അവിടെ ഉണ്ടാകുന്നു. അത് പിന്നീട് ഒരു സംഘർഷത്തിലേക്ക്, 2 വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന തരത്തിലേക്കാണ് അത് വഴിവെച്ചത്. ഈ സംഘർഷത്തിന് പിന്നാലെ പോലീസ് സംഘവും ഇവിടേക്ക് എത്തിയിരുന്നു. പക്ഷേ പോലീസിന് നേരെയും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായി. പോലീസിന് നേരെ കല്ലെറിയുകയും വാഹനങ്ങൾ തകർക്കുകയും കത്തിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് സംഘർഷം വഴിമാറുകയുണ്ടായി. ഒപ്പം തന്നെ ഈ പരിസര പ്രദേശങ്ങളിലെ കടകൾ നശിപ്പിക്കുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ ചെന്നെത്തി. എന്തായാലും നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട 4 പേരെയാണ് പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിൽ കൂടുതൽ പേർക്ക് ഈ സംഘർഷവുമായി ബന്ധമുണ്ടെന്നും അവരെ കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിച്ചതായുമാണ് പോലീസ് അറിയിക്കുന്നത്. ഈ നിലവിൽ ഈ സൗത്ത് 24 പർഗനാസിൽ ഉണ്ടായ സംഘർഷം മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണെന്ന് പോലീസ് അറിയിക്കുന്നു. ഒപ്പം തന്നെ ഈ സംഘർഷത്തിന് കാരണക്കാരായവരെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് കൂടി പോലീസ് കടന്നിട്ടുണ്ട്. ഇതിന് എല്ലാ തരത്തിലുള്ള, അതായത് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളത് ശേഖരിച്ചുകൊണ്ടും പ്രദേശവാസികളുടെ മൊഴികൾ രേഖപ്പെടുത്തിക്കൊണ്ടുമാണ് പോലീസ് ഇപ്പോൾ ഇവരെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം നടത്തിയിരിക്കുന്നത്. ഒരു വനിതാ ഉദ്യോഗസ്ഥ അടക്കം 5 പോലീസുകാർക്കാണ്, അത് ഇൻസ്പെക്ടർ റാങ്കിലുള്ള പോലീസുകാർക്കുൾപ്പെടെ ഈ സംഘർഷത്തിൽ പരിക്കേൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ശ്രീജിത്ത്, പ്രവിത. ശരി, അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. നോക്കാം ഇനി ചില ദേശീയ വാർത്തകൾ വേഗത്തിൽ ചുരുക്കത്തിൽ. ട്രെയിനുകളിലെ തൽക്കാൽ ടിക്കറ്റ് ബുക്കിംഗിൽ നിയന്ത്രണങ്ങളുമായി കേന്ദ്ര സർക്കാർ. ജൂലൈ 1 മുതൽ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഉപയോഗിച്ച് മാത്രമേ IRCTC ആപ്പിലും വെബ്സൈറ്റിലും ടിക്കറ്റ് ബുക്കിംഗ് ചെയ്യാനാകൂ. ജൂലൈ മുതൽ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP നൽകിയാലേ ടിക്കറ്റ് ബുക്കിംഗ് സാധ്യമാകും. 6405 കോടി രൂപയുടെ റെയിൽവേ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. രാജ്യത്തുടനീളം വാണിജ്യം സുസ്ഥിര വികസനത്തിന് പദ്ധതി പ്രയോജനപ്പെടണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമർനാഥ് തീർത്ഥയാത്രയ്ക്ക് സുരക്ഷയൊരുക്കാൻ നിയോഗിച്ച BSF ജവാന്മാർക്ക് സഞ്ചരിക്കാൻ പഴയ ട്രെയിൻ അനുവദിച്ച സംഭവം 4 ഉദ്യോഗസ്ഥരെ റെയിൽവേ സസ്പെൻഡ് ചെയ്തു. വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ട് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. രാഷ്ട്രപതിയുടെ ADC പദവിയിൽ ആദ്യമായി വനിതാ സേനാംഗം. ഗുജറാത്തിലെ ഭറൂച്ച് സ്വദേശി ലഫ്റ്റനന്റ് കമാൻഡർ യശസ്വി സോളങ്കി രാഷ്ട്രപതിയുടെ ADC പദവിയിൽ ആദ്യമായി വനിതാ സേനാംഗമാകും. BJPക്കെതിരെ വിമർശനവുമായി കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. ജാതി സെൻസസിലെ റീസർവേ എന്തിനാണ് BJP എതിർക്കുന്നത് എന്ന ശിവകുമാർ. ജാതി സെൻസസിൽ പൊരുത്തക്കേട് ചൂണ്ടിക്കാട്ടി BJP നേരത്തെ സെൻസസിനെ എതിർത്തിരുന്നു എന്നും ശിവകുമാർ. വയനാട് തലപ്പുഴ താഴേച്ചിറക്കരയിൽ വീണ്ടും കാട്ടാനയെത്തി എന്ന വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. ഇന്നലെ രാത്രി മുതലാണ് ജനവാസ മേഖലയിൽ കാട്ടാനയെത്തിയത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ആ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്, നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ എന്താണ് സുർജിത്ത്? ശ്രീജിത്ത്, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കാട്ടാനയുടെ ശല്യം താഴെച്ചിറക്കര പ്രദേശവാസികളെ സംബന്ധിച്ചുണ്ട്. പ്രത്യേകിച്ച് തോട്ടം മേഖലയാണ്. സ്വാഭാവികമായും അവിടേക്ക് ഇങ്ങനെ കാട്ടാനകൾ നിരന്തരം ഇറങ്ങി വരുന്ന ഒരു അവസ്ഥ
ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ഒരു ആനയാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത്. ആ ആനയ്ക്ക് പരിക്കുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതിന്റെ മസ്തകത്തിനടക്കം പരിക്കുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു. പ്രായാധിക്യമായ പ്രശ്നങ്ങൾ ഈ ആനയ്ക്കുണ്ട്. എന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തും, അവർ കാട്ടിലേക്ക് കയറ്റിവിടും. പിന്നീട് ഈ ആന വീണ്ടും ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങും. ഇതാണ് പതിവ്. കഴിഞ്ഞ ദിവസം രാത്രിയിലും സമാനമായ രീതിയിലുള്ള ഒരു അവസ്ഥ നാട്ടുകാരെ സംബന്ധിച്ചുണ്ടായി. കാരണം ഈ ആന ആളുകൾക്ക് മുന്നിലേക്ക് എത്തുന്ന ഒരവസ്ഥ ഉണ്ടായി. പടക്കം പൊട്ടിച്ചും മറ്റും ആളുകൾ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിനെ കാട്ടിലേക്ക് കയറ്റിവിടുന്ന ഒരു രീതിയാണ് കാണുന്നത്. പക്ഷേ ഇന്നലെ വീണ്ടും അത് താഴേക്ക് ഇറങ്ങി വരികയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പകൽ സമയത്തും ഈ ആനയുടെ സാന്നിധ്യം ഈ ജനവാസ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് തോട്ടം തൊഴിലാളികളാണ്, ക്ഷീരമേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. ഇവരൊക്കെ രാവിലെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലിയ രീതിയിലുള്ള ആശങ്ക ആളുകളെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ വനംവകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയായിരുന്നു അത്തരത്തിലുള്ള പ്രതിഷേധം. ആനയെ മയക്കുകൂടി വെച്ച് പിടികൂടി ഈ പ്രദേശത്തു നിന്ന് മാറ്റണം എന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. പ്രായാധിക്യം ഉൾപ്പെടെയുള്ള ഈ പ്രശ്നങ്ങളുള്ള ആന എന്തായാലും വീണ്ടും ഈ ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങും എന്നുള്ള ആശങ്ക തന്നെയാണ് ആളുകൾ പങ്കുവയ്ക്കുന്നത്. അതാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് വഴിമാറാനുള്ള ഒരു കാരണവും. ശ്രീജിത്ത്, ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. നോക്കാം ഇനി ചില അറിയിപ്പുകൾ. എറണാകുളം മുപ്പത്തടം ഗവൺമെന്റ് HSSL ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അധ്യാപക ഒഴിവ്. ഇംഗ്ലീഷ്, കൊമേഴ്സ്, ജൂനിയർ വിഭാഗത്തിലേക്കാണ് ഒഴിവ്. അഭിമുഖം ഇന്ന് രാവിലെ 10:30. കോഴിക്കോട് കുന്നമംഗലം, ചൂലംവയൽ, പതിമംഗലം ഭാഗങ്ങളിൽ ഇന്ന് വൈദ്യുതി മുടങ്ങും. നിയന്ത്രണം രാവിലെ 8 മുതൽ വൈകിട്ട് 5:30 വരെ. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ 365 കാറ്റഗറിയിലായി 2423 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 10ാം ക്ലാസ് മുതൽ മുകളിലോട്ട് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 23. രാജ്യത്തെ മികവുറ്റ കുട്ടികളെ ആദരിക്കുന്നതിനായി കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം ഏർപ്പെടുത്തിയ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ 2025 അപേക്ഷ ക്ഷണിച്ചു. 5 മുതൽ 18 വയസ്സ് വരെയുള്ള ഇന്ത്യൻ പൗരനും ഇന്ത്യയിൽ താമസിക്കുന്നവരുമായ ഏതൊരു കുട്ടിക്കും അവാർഡിന് അപേക്ഷ നൽകാം. അപേക്ഷ നൽകേണ്ട അവസാന തീയതി അടുത്ത മാസം 31. സംസ്ഥാനത്ത് 5040 സിവിൽ ഡിഫൻസ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നു. സന്നദ്ധ പ്രവർത്തനത്തിന് താൽപര്യമുള്ളതും 18നും 50നും ഇടയിൽ പ്രായമുള്ളതുമായ എല്ലാവർക്കും സിവിൽ ഡിഫൻസിൽ രജിസ്റ്റർ ചെയ്യാം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അഗ്നിരക്ഷാ വകുപ്പ് 7 ദിവസത്തെ പരിശീലനം നൽകും. ഉഷ്ണതരംഗത്തെ തുടർന്ന് ഡൽഹിയിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഡൽഹിയിൽ അന്തരീക്ഷ താപനില ഇന്ന് 45 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ രേഖപ്പെടുത്തും എന്നാണ് പ്രവചനം. അച്യുതൻ ഒരിക്കൽ കൂടി ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, അത്രത്തോളം ചൂട് അനുഭവപ്പെടുന്നു. ഇപ്പോൾ റെഡ് അലർട്ടാണ്. ഏത് തരത്തിലുള്ള മുൻകരുതലുകൾ നൽകിയിട്ടുണ്ട്? ഒപ്പം മറ്റ് വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരിജിത്ത് പ്രവിത, കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ ഡൽഹിയിലെ അന്തരീക്ഷ താപനില അത് ഉയരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം 42 ഡിഗ്രി സെൽഷ്യസിനും 45 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് രേഖപ്പെടുത്തിയത്. ഇന്നത്തെ ഒരു സ്ഥിതിയിലേക്ക് വരുമ്പോൾ നിലവിൽ റെഡ് അലേർട്ടാണ് ഡൽഹിയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പ് പ്രകാരം 45 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് അന്തരീക്ഷ താപനില ഉയരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനാവശ്യമായി പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണം. സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്നത് ഒഴിവാക്കണം. അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് ജാഗ്രത പാലിച്ചുകൊണ്ട് പിന്മാറണം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം എന്ന ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഭരണകൂടം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഇന്ന് വൈകിട്ടോടുകൂടി ഡൽഹിയിൽ ഇത്തരത്തിൽ അതിശക്തമായ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ഒപ്പം അതിവേഗതയിലുള്ള കാറ്റിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നുകൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ നിലവിലെ ഈ ഒരു ഉഷ്ണ തരംഗത്തിന് നേരിയ ആശ്വാസം ഉണ്ടാകുമെന്നാണ് പ്രവചനം. പക്ഷേ വൈകിട്ട് ഈ പ്രവചനാനുസൃതമായി മഴ ലഭിച്ചാൽ മാത്രമേ അത്തരമൊരു ഉഷ്ണ തരംഗത്തിൽ നിന്ന് ഡൽഹിക്ക് മറികടക്കാനാകൂ എന്നാണ് വിലയിരുത്തിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ ഡൽഹിയിലെ അന്തരീക്ഷ താപനില ഉയരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ശരി, അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കോഴിക്കോട് പന്തീരാങ്കാവിൽ ഇസാഫ് ബാങ്കിനെ കബളിപ്പിച്ച് 40 ലക്ഷം രൂപ കവർന്ന കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പന്തീരാങ്കാവ് സ്വദേശി ഷിബിൻ ലാലാണ് പണമടങ്ങിയ ബാഗുമായി കടന്നുകളഞ്ഞത്. ഇടപാടിനായി കൊണ്ടുവന്ന പണം ബാങ്ക് ജീവനക്കാരനായ അരവിന്ദന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് പ്രതി സ്കൂട്ടറിൽ രക്ഷപ്പെടുകയായിരുന്നു. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. സമീർ, വിവരങ്ങൾ എന്താണ്? പോലീസ് ഈ ഘട്ടത്തിൽ കണ്ടെത്തുന്നത് എന്താണ്? സമീർ,
പന്തീരാങ്കാവ് സ്വദേശിയായിട്ടുള്ള പ്രതി ഷിബിൻലാലിനായി പോലീസിന്റെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതിയുടെ ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടിരുന്നു. പ്രതി കടന്നു കളഞ്ഞ CCTV ദൃശ്യങ്ങൾ അതുപോലെ തന്നെ പ്രതിയുടെ മറ്റ് ഫോട്ടോകൾ ഉൾപ്പെടെയാണ് പുറത്തുവിട്ടിരുന്നത്. ആരെങ്കിലും പ്രതിയെ കണ്ടാൽ വളരെ വേഗത്തിൽ വിവരം അറിയിക്കണമെന്നുള്ള അഭ്യർത്ഥനയോടുകൂടി തന്നെയാണ് പോലീസ് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തുവിട്ടത്. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. ഇസാഫിലെ ജീവനക്കാരായിട്ടുള്ള അരവിന്ദിന്റെ കയ്യിൽ നിന്ന് 40 ലക്ഷം രൂപ അടങ്ങിയ ബാഗുമായി പ്രതി ഷിബിൻലാൽ കടന്നു കളയുകയായിരുന്നു. ഇസാഫ് ബാങ്കിൽ നിക്ഷേപിക്കാൻ വേണ്ടിക്കൊണ്ട് ആണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടന്നത്. അതായത് ഈ പ്രതി ഈ ബാങ്ക് ജീവനക്കാരെ കബളിപ്പിക്കുകയായിരുന്നു. തൊട്ടടുത്തുള്ള ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനമായിട്ടുള്ള അക്ഷയ ഫിനാൻഷ്യേഴ്സിൽ 38 ലക്ഷം രൂപയുടെ സ്വർണം പണയം വെച്ചിട്ടുണ്ട് എന്നും അത് 40 ലക്ഷം രൂപയ്ക്ക് ഇസാഫിലേക്ക് മാറ്റിവെക്കാമെന്നും പറഞ്ഞായിരുന്നു ഈ പ്രതി കബളിപ്പിച്ചത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇസാഫിലെ ജീവനക്കാരനായിട്ടുള്ള അരവിന്ദൻ ഈ പണവുമായി എത്തിയത്. ആ വേളയിലാണ് ഈ പ്രതി ഈ അക്ഷയയുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ പണവുമായി കടന്നു കളഞ്ഞത്. സ്കൂട്ടറിലാണ് പ്രതി രക്ഷപ്പെട്ടത്. ആ വേളയിൽ പ്രതി ഒരു കറുത്ത ടീഷർട്ടാണ് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ സ്കൂട്ടറിൻ്റെ ദൃശ്യങ്ങൾ അതുപോലെ പ്രതിയുടെ മറ്റ് ഫോട്ടോകളെല്ലാം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. നിലവിൽ പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായാൽ അത് ഉടൻ തന്നെ വിവരം അറിയിക്കണം എന്നുള്ള കാര്യം പോലീസ് പങ്കുവയ്ക്കുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ പ്രതിയുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കൂടി നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു വലിയ സാമ്പത്തിക സ്രോതസ്സുള്ള വ്യക്തിയല്ല എന്നറിഞ്ഞിട്ടും ഇത്തരം ഒരു ഇടപാടിലേക്ക് ഇസാഫ് ബാങ്ക് കടന്നത് എങ്ങനെ എന്നുള്ള സംശയം കൂടി പോലീസിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇസാഫിലെ ജീവനക്കാരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തത്. ആ വേളയിലൊന്നും ഈ കവർച്ചയ്ക്ക് പിന്നിൽ ഇവർക്ക് പങ്കുണ്ട് എന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അത്തരമൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. പ്രതിയെ കണ്ടെത്താനുള്ള പ്രതി ഷിബിൻലാലിനായുള്ള അന്വേഷണം തുടരുകയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന്. ഈ ബാങ്ക് ജീവനക്കാരിലും അന്വേഷണ സംഘത്തിന് ചില സംശയങ്ങളുണ്ട്. അതുകൂടി ദൂരീകരിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്. ഈ റിപ്പോർട്ടോടുകൂടി മോർണിംഗ് ന്യൂസിന്റെ സമയം പൂർത്തിയാവുകയാണ്.